ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഐറ്റം വേണ്ടേ, അതായത് നമ്മൾ പുതിയ നമ്മുടെ ജീൻസ് ബാഗുകൾ അവതരിപ്പിക്കുകയാണ്. പുതിയ ആയിട്ട് നമ്മൾ ഇറക്കുന്ന മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന നമ്മുടെ സ്ലിംഗ് ബാഗുകളാണ് ഇത്. ജീൻസിന്റെ തന്നെ എംബ്രോയിഡറി ചെയ്ത ഡിഫറെന്റ് എംബ്രോയിഡറികൾ ചെയ്ത കളേഴ്സിൽ ഇപ്പൊ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, ബ്രൗൺ, നേവി ബ്ലൂ, അങ്ങനെയുള്ള 3 കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്ലിംഗ് ബാഗുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് കൂട്ടുകാർക്ക് മുന്നിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളും ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു സ്ലിംഗ് ബാഗ് എടുക്കാൻ ഡിഫറെന്റ് ഡിസൈൻസ് ആയിരിക്കും കേട്ടോ. ഈ ഫ്രണ്ട് പോർഷനിൽ വന്നേക്കുന്നത് ഡിഫറെന്റ് ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് ജീൻസ് മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കട്ടിയുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറച്ച് പൊന്തി ഇരിക്കുന്ന ഒരു പെട്ടി പോലെ ഇരിക്കുന്ന ആയിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ അത് അമങ്ങി പോകും കേട്ടോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അത് അങ്ങനെ ഒരു ഗുമ്മിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഈ പെട്ടി തന്നെയായിട്ട് ഇരിക്കുന്നതല്ല, നമുക്ക് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഐറ്റം തന്നെയാണ്. വാഷബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെയും സ്ട്രാപ്പ് നമ്മൾ ചെയ്തേക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നൈലോൺ പോലെ അത്ര ഒരു ഇങ്ങനെ ഒതുങ്ങി കിടക്കാത്ത ഒരു ടൈപ്പ് അല്ല, നമുക്ക് ഖാദിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു സ്ട്രാപ്പാണ്. നമുക്ക് കോട്ടൺ മെറ്റീരിയൽ, ഖാദി മെറ്റീരിയൽ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബാഗുകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് ക്വാളിറ്റി ഉള്ളതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സിബ്, റണ്ണർ എല്ലാം നമ്മുടെ അറിയാവുന്ന കൂട്ടുകാർക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. നേരത്തെ നമ്മുടെ ഉള്ള ലേഡീസ് ബാഗുകളുടെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിൽ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രസ് ബട്ടൺ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഗ്ലൂവും കൂടി സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ലോക്ക്ഡ് ആണ് എങ്കിലും നമ്മൾ ഗ്ലൂവും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ ഇതാ ഇങ്ങനെ ഈ ഒരു കള്ളി നമുക്ക് കവർ ചെയ്യാനായിട്ട് ഒരു സിബ് വെച്ചിട്ടുണ്ട്. ആ സിബ് നമുക്ക് ഇങ്ങനെ പോകും കേട്ടോ. കാരണം നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിന്, ഇത് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണാൻ പാകത്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇടണമെന്നും ഇല്ല കേട്ടോ, പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. ഇതിന്റെ ലൈനിങ് പീസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലൊരു സീഡ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ജീൻസ് മെറ്റീരിയലും ഉണ്ട്. അപ്പൊ അങ്ങനെ 3 ലെയർ മെറ്റീരിയൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം എന്താ നമ്മുടെ അകംവശം കണ്ടോ, സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണത്തില്ല, എല്ലാം കണ്ടില്ലേ, വളരെ ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പൊ കൂട്ടുകാർ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ ഒരു കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ മറ്റുള്ള ബാഗുകളെ പോലെ തന്നെ വലിയ കള്ളിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകവശം കൂട്ടുകാർ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു റൗണ്ട്, ഈ ഒരു ബോക്സ് പോലെയല്ല തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട്, അത് പോളിഫോം അല്ല, അല്ലാത്തൊരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വന്നേക്കുന്നത് ബാക്ക് വശം. ബാക്കിലും നമ്മളൊരു കള്ളി കൊടുത്തിട്ടുണ്ട്. അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, വലിയൊരു കള്ളിയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ 3 ഫോൾഡ് കുടയൊക്കെ കയറും, ഒരു ലഞ്ച് ബോക്സ് കയറും. പിന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ബുക്സും ഒക്കെ, ഒരു നോട്ട്ബുക്ക് ഒക്കെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ലിംഗ് ബാഗാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ സ്ലിംഗ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഭാഗം ഇത് മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ക്വാളിറ്റി തന്നെയുണ്ട്. നല്ല സ്ട്രാപ്പൊക്കെ ആണെങ്കിലും കറക്റ്റ് നല്ല ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. 1.25 ഇഞ്ച് വിട്ടുള്ള സ്ലിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതായത് വിട്ടുള്ള ഈ ഒരു വള്ളിയാണ്, ഖാദിയുടെ വള്ളിയാണ് നമ്മൾ ഇതിൽ സ്ലിംഗ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ഈ സ്ലിംഗ് ബാഗുകളിൽ ഉള്ള ഒരു
പ്രശ്നം എല്ലാവർക്കും വരുന്നത് വെച്ചാൽ ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് ലെങ്ത് കറക്റ്റ് ആവത്തില്ല. അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അഡ്ജസ്റ്റബിൾ വച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അഡ്ജസ്റ്റബിൾ സ്ലിംഗ് ആണ്. പിന്നെ നമുക്ക് ഒതുങ്ങിക്കിടക്കും. നമുക്ക് മാക്സിമം ലെങ്ത് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും തന്നെ സ്യൂട്ടബിൾ ആണ്. ഇനിയിപ്പോ പൊക്കം കുറവുള്ളവർക്കും പേടിക്കാനില്ല. നമുക്ക് ഈ സ്ലിംഗ് ഫുള്ളായിട്ട് വലിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിതാ സ്ലിംഗ് ആയിട്ടിട്ടു. ഓക്കെ, ഈ സ്ലിംഗ് തന്നെ എനിക്ക് ഇപ്പൊ സ്ലിംഗ് ആയിട്ടിട്ടുണ്ടാ ഇങ്ങനെ വൺ സൈഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ അഡ്ജസ്റ്റബിൾ വെച്ച് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താ, ജസ്റ്റ് വലിച്ചാൽ മതി. കണ്ടില്ലേ, ഇതൊരു ഡബിൾ സൈഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇടാനും പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബാഗാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇതൊരു വർത്ത് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ഡിസൈനർ ആയുള്ള ബാഗ്, വളരെ ഭംഗിയുള്ള ജീൻസ് മെറ്റീരിയലിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ്. നമുക്ക് ചർച്ചുകളിൽ പോകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ എല്ലാം ഒരു ഡിസൈനർ ബാഗ് ഓഫീസ് യൂസിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ക്വാളിറ്റി ഉള്ള റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജീൻസ് ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി ഒന്നും പറയാനില്ല. ഹൈ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ചോട് കൂടി 3 ലെയർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിന്റെ പല പല കളേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, 3 ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ 3 ഷെയ്ഡില് ഡിഫറെന്റ് എംബ്രോയിഡറി കൊടുത്ത് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എംബ്രോയിഡറി ഒക്കെ ആണെങ്കിലും ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന്റെ ത്രെഡുകളൊന്നും കളർ പോകത്തില്ല കേട്ടോ. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നത് പലരും ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ എംബ്രോയിഡറിയുടെ കളർ പോവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പോകത്തില്ല. എംബ്രോയിഡറി ത്രെഡുകളാണെങ്കിലും ഹൈ ക്വാളിറ്റി എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ കൂട്ടുകാർക്ക് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിക്കുമ്പോൾ അതിന്റെ തന്നെ സെയിം കളർ ആയിരിക്കും. എംബ്രോയിഡറി സെയിം ആയിരിക്കത്തില്ല. കാരണം ഇതിൽ ഇച്ചിരി വലിയ എംബ്രോയിഡറി ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ചെറിയ എംബ്രോയിഡറി ആണ് കൊടുക്കുന്നത്. ഈ ഒരു കോയിൻ പൗച്ച് ഇതിന്റെ കൂടെ ഒരു പെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കോയിൻ പൗച്ചാണ്. ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇതിന്റെ ലൈനിങ് പീസ് വെച്ചിട്ട് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ, ഈ ബാഗിനകത്ത് വയ്ക്കാൻ പറ്റിയ ഒരു കോയിൻ പൗച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ കോയിൻ പൗച്ച് പ്ലസ് ഈ സ്ലിംഗ് ഒരു ബാഗ്. ഈ സ്ലിംഗ് ബാഗിന്റെ അതേ കളറാണ് നമ്മൾ കോയിൻ പൗച്ചിന് കൊടുക്കുന്നത്. ഡിസൈൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ പല പല ഡിസൈൻസ് കൂട്ടുകാർക്ക് കാണിച്ചു തരാം. ഓക്കെ, ടോട്ട് ബാഗ്സ് ഉള്ള എല്ലാ ഷോപ്പുകളിലും ഞങ്ങളിപ്പോ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാഗ്സ് സപ്ലൈ ചെയ്യുന്ന എല്ലാ ഷോപ്പുകളിലും, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ ഇത് സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാർ ഷോപ്പുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി അല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇത് വേണം എന്നുള്ളവര് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻസ്, സ്ലിംഗ് ബാഗിന്റെ ഡിസൈൻസ് നമുക്ക് കാണാം. അപ്പൊ ആദ്യം വന്നേക്കുന്നത് ഞാൻ കാണിച്ച പോലെ തന്നെയുള്ള ഈ ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നേക്കുന്നത്. ഗ്രീൻ, ഒരു റോസ്, ഡാർക്ക് റോസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന് വള്ളി കൂട്ടാട്ടോ, ഞാൻ ഇച്ചിരി കയറ്റിയിട്ടുന്നുള്ളൂ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്, എംബ്രോയിഡറി വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഇതിന്റെ ഈ സ്ട്രാപ്പിന് വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ, യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങളും തേടിയിട്ട് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇച്ചിരി വൈകിയത്. ഓക്കെ, ഈ അടുത്ത് വന്നേക്കുന്ന ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഓൾറെഡി ഞാൻ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, ഡിസൈൻസ് ജസ്റ്റ് കാണിക്കാം. കണ്ടില്ലേ, ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതൽ നമുക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഓറഞ്ച് ആൻഡ് പിസ്ത ഗ്രീൻ കളറാണ്, നല്ല കളറാണ്. ഓക്കെ, ഇത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് എപ്പോഴും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ്. ബ്ലാക്കിൽ നമ്മൾ റെഡ് കളറാണ് ചെയ്തേക്കുന്നത്. ഒരു റോസ് ഫ്ലവർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ കൂടെ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഒരു കോയിൻ പൗച്ച് നമുക്ക് സമ്മാനമുണ്ട്. സമ്മാനമല്ല, ഇതിന്റെ കൂടെ ഉള്ള ഒരു കോംബോ ആണ്. അപ്പൊ സെയിം കളർ, ഈ ബാഗിന്റെ അതേ കളർ തന്നെയായിരിക്കും നമുക്ക് കോയിൻ പൗച്ചും കിട്ടുക. ഇത് വന്നിരിക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. ബ്ലൂ ഷെയ്ഡാണ്, ലാവൻഡർ ഡിസൈൻ ആണ് കേട്ടോ. കോയിൻ പൗച്ച് ഉണ്ട്, അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങള് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇതാ ഇത് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത്. ബ്രൗണിൽ നമ്മളൊരു യെല്ലോ ഫ്ലവർ ആണ്, ലേസി ഡേസി ഫ്ലവർ ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്, നല്ല ഭംഗിയുള്ള. അതിന്റെ ഒരു കൊയിൻ പൗച്ചും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ നിങ്ങൾ പറയുവാണ് ഇപ്പോൾ യെല്ലോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊയിൻ പൗച്ച് സെറ്റ് ചെയ്ത് തരാം കേട്ടോ, അതൊന്നും വിഷയമില്ല. ഡിസൈൻ നമ്മൾ ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്നേ ഉള്ളൂ. അടുത്ത് വരുന്നത് വീണ്ടും ബ്ലാക്ക് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇറക്കിയിരിക്കുന്നത് 3 കളേഴ്സിലാണ്, ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ, അങ്ങനെയുള്ള 3 ഷെയ്ഡ്സിലാണ് നമ്മൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫറെന്റ് എംബ്രോയിഡറികളായിരിക്കും. ഓക്കെ, ഇതാ ഇതൊരു ബ്ലാക്ക് ആണ്, സിമ്പിൾ എംബ്രോയിഡറി ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ. റോസ്, ലൈറ്റ് റോസും ഡാർക്ക് റാണി പിങ്ക് ഔട്ടർ ലൈൻ വന്നിട്ടുള്ള സിമ്പിൾ എംബ്രോയിഡറി ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പൗച്ചുണ്ട്, കൊയിൻ പൗച്ച്. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നമുക്ക് സപ്ലൈ ഉള്ളത്. അപ്പൊ അത് അല്ലാത്ത ജില്ലകളിലേക്ക് നമ്മൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ഈ കാണുന്ന ഒരു എംബ്ലം ഉണ്ട്, നമ്മുടെ ഒരു മാർക്കുണ്ട്, ഒരു എംബ്ലം ഉണ്ട്, മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് ഉള്ള ആ ഒരു എംബ്ലം നോക്കി ഇപ്പൊ എല്ലാ ബാഗുകളിലും ഒക്കെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഫാഷൻ എന്നൊക്കെ പറഞ്ഞ്, ഫാഷൻ മേക്സ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബാഗുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിങ് ആണ്. അപ്പൊ ഈ പേരുള്ള സാധനങ്ങൾ, മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്നുള്ള പേരുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. അപ്പൊ വേറെ ജില്ലകളിലുള്ള കൂട്ടുകാർ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഞങ്ങളുടെ ഇന്ന് വാങ്ങിക്കാം. അപ്പൊ അതിനുള്ള വാട്സപ്പ് നമ്പറാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത്, ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിന്റെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്ക് ഭയങ്കര വെർത്ത് ആയിട്ടുള്ള ഒരു ബാഗാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ചോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന ബാഗുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യത്തിലൊന്നും ഒട്ടും പേടിക്കേണ്ട, നല്ല ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ യാത്രകളിലെല്ലാം ഞങ്ങളുടെ ബാഗുകൾ നിങ്ങൾക്ക് ഒരു അലങ്കാരം തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ മേക്കപ്പുകൾ എല്ലാം, മേക്കപ്പും അല്ലെങ്കിൽ നമ്മുടെ അലങ്കാരങ്ങളെല്ലാം നമ്മുടെ ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ ഫേസിലും ഒക്കെ മാത്രമല്ലാതെ നമ്മുടെ ഇങ്ങനെയുള്ള ബാഗ്സിലും കൂടി വരുത്തട്ടെ. അതാണ് ഞങ്ങളുടെ ലിറ്റിൽ തോട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. ബൈ ബൈ.